ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. മത്തി കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. 300 ഗ്രാം മത്തി വെച്ചാണ് ഞാനിവിടെ മത്തിക്കറി ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കിതിലേക്കുള്ള മസാലയൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം പൊടികളെല്ലാം ചൂടാക്കി എടുക്കാനായിട്ട്. പൊടികളൊക്കെ നന്നായി ചൂടായാൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു 5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയെടുത്ത വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അടുപ്പത്ത് വെക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വരണം. അതിനുശേഷമാണ് നമുക്കിതിലേക്ക് മത്തി ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. ഇതിനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് മതി മത്തി കുക്കാവാനായിട്ട്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മത്തി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എന്തായാലും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിപിത സജീവ്. താങ്ക് യു.